ഹലോ, ഈ ഇലച്ചന്തം കണ്ടിട്ട് ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് വാട്ടർ ജാസ്മിൻ. വാട്ടർ ജാസ്മിൻ്റെ വീഡിയോകൾ ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ വളർത്തിയിട്ടില്ലാത്ത ഒരു തൈയെങ്കിലും വാങ്ങി വളർത്തി നോക്കണം കേട്ടോ. ഇലയ്ക്കും അസാധ്യ ഭംഗിയാണ്. അതിങ്ങനെ ഈ അടുങ്ങി അടുങ്ങി നിൽക്കുന്നത് കണ്ടാൽ തോന്നും നമ്മൾ നൂലിൽ കോർത്ത് നിർത്തിയത് ഒരു ഫീലാണ്. കൊമ്പിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഫ്ലവർ വരുന്നത്. ഫ്ലവർ ഒന്നായിട്ടല്ല കുലയായിട്ടാണ് വരുന്നത്. മഴയായിട്ട് കൂടി മൊട്ടുകൾ എല്ലാത്തിലും പിടിച്ച് പിടിച്ച് വരുന്നുണ്ട്. നല്ല രസമാണ്. ഒരു പോരായ്മ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഫ്ലവർ കാണണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ പൊക്കത്തിന് എവിടെയെങ്കിലും നട്ട് വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് പൊക്കി നോക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ നിൽക്കുന്നത്. തൂങ്ങി തൂങ്ങി മുത്തുമണികൾ പോലെ ഇരിക്കും. അതായിരിക്കും ഇതിന് വാട്ടർ ജാസ്മിൻ എന്ന പേര് വരാൻ കാരണം. അടുത്ത ആൾ ഡക്ക് ഫുഡ് പ്ലാന്റ് അല്ലെങ്കിൽ ജസ്റ്റിക്ക പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി സുന്ദരിയാണ്. ഇതിന് മഴ വെയിൽ അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ഫ്ലവറാണ്. നമ്മുടെ പൂന്തോട്ടത്തിൽ നട്ടാൽ ആത്മാർത്ഥതയുള്ളൊരു കുട്ടിയാണ് കേട്ടോ അത്. ഈ മുരിങ്ങാക്കോല് പോലെ കിടക്കുന്നത് നമ്മുടെ പൂച്ചമീശ അല്ലെങ്കിൽ സ്പൈഡർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വയലറ്റ് പൂവിൻ്റെ വിത്തുകളാണ്. ഈ വിത്തുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് പാകമായി ഉണക്കിയെടുത്തിട്ട് ഞാൻ അയച്ചു തരാം. പൈസയ്ക്കല്ല, ഫ്രീ ആയിട്ടാണ്. ഈ സിങ്കോണിയം കുട്ടിയുടെ കട്ടിങ്സ് മഴക്കാലത്ത് ആവശ്യമുള്ളവർ പറയണം. ഇന്നും ഫ്രീ ആയിട്ടാണ്. ആർക്കെങ്കിലും കട്ടിങ് വേണമെങ്കിൽ പ്ലാന്റ് അയക്കുന്ന കൂട്ടത്തിൽ അയക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പായൽ ചെടിയാണ്. ഈ പായൽ ചെടിയുടെ ഇതേപോലത്തെ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. എങ്ങനെയുണ്ട് കാണാൻ? രണ്ടുപേരും കാണാൻ ഒരേ കാറ്റഗറിയിൽ ഒരേ ഫാമിലിയിൽ പെടുന്നതാണ്. പിന്നെ ഇലകൾക്ക് ഇതിനൊരു കൂർത്ത് വരും, മറ്റേത് ഒരു റൗണ്ട് ഷേപ്പിൽ വരും. ഇത് കണ്ടോ അതിൻ്റെ ഫോണ്. ഇതിൻ്റെ താഴെ എത്താറായി. എന്നും വളർന്ന് 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ എത്തുമെന്നൊരു പിടിയില്ല. എന്തായാലും അന്ന് അതിനൊരു ബേബി വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ഫാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ഒരു ഗാർഡനിൽ പോയപ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ വില കേട്ട് ഞാൻ ഞെട്ടി കണ്ണ് തള്ളി പുറത്ത് വന്നു. 3000 രൂപയാണ് അവർ ആ റേറ്റ് പറഞ്ഞത് ഈ ഫാനിന്. എന്തായാലും ഞാൻ അത്രയും വിലയൊന്നും അല്ല കൊടുത്ത് വാങ്ങിയത്. എൻ്റെ സുന്ദരി വലുതായിട്ടുണ്ട്. ഇത് കണ്ടോ, മഴക്കാലത്ത് ബിഗോണിയാസ് നമുക്ക് തരുന്ന പണി. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ഇലയെല്ലാം അഴുകി തുടങ്ങുമ്പോൾ നമ്മൾ പറിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ബാധിക്കും. അടിപൊളിയായിട്ട് നിന്ന പ്ലാന്റാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓസ്ട്രേലിയൻ സ്പ്ലാഷാണ്. നല്ല ഭംഗിയിലെ വർഷങ്ങളായിട്ട് ഈ പോട്ടിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഇനി റിപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിയാണ്. അട്ട ഇഷ്ടമില്ലാത്തവർ വേറെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. എനിക്കിഷ്ടമേ അല്ല. അട്ട ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കുറച്ച് പാക്ക് ചെയ്ത് വിടാം കേട്ടോ. ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ഇത്തിരി മടി പിടിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വന്നില്ലായിരുന്നു. എന്തെങ്കിലും ആൾക്കാരൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.